നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൂരപ്രേമികൾക്കോ അഥവാ ആനപ്രേമികൾക്കോ വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ നിന്നാണ്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ 2025 പൂരം കൊടിമരം നാട്ടൽ, അതായത് പൂരത്തിൻ്റെ കൊടിമരം നാട്ടുന്ന ചടങ്ങ് ആദ്യം തുടങ്ങുന്നത് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കൊടിമരം നാട്ടൽ ഇന്ന് രാത്രി 9 മണിക്കാണ് ചടങ്ങ് തുടങ്ങുന്നത്. ക്ഷേത്രാങ്കണത്തിൽ മുഴങ്ങുന്ന ശംഖുനാദം കേട്ട് ഭക്തജനങ്ങൾ ഒത്തുകൂടുകയും ദേശത്തെ കാരണവർ വടിയെറിഞ്ഞ് ദിശ നിശ്ചയിക്കുന്നു. ദിശ നിശ്ചയിക്കുന്നത് ആ നാട്ടിലെ ആ ദിക്കിലെ ഏറ്റവും വലിയ കവുങ്ങ് മുറിച്ചെടുക്കാവുന്നതിനാണ്. അപ്പോൾ ആ ദിശ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ ആ കവുങ്ങ് അനുവാദം വാങ്ങിച്ച് കവുങ്ങ് മുറിക്കുകയും കവുങ്ങ് നിലത്തൊടാതെ, അതായത് കവുങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ നിലത്തൊടാതെ ആൾക്കാരുടെ മേത്ത് വച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ദേശത്തെ ആശാരിയുടെ ആ ചടങ്ങുകളോടുകൂടി കൊടിമരം നാട്ടുകയുമാണ് ചടങ്ങ്. അത് കഴിഞ്ഞ് ഇന്നേക്ക് 28-ാം നാൾ ആറാട്ടുപുഴ പൂരമെന്ന് വിളംബരം ചെയ്യുന്നു. അങ്ങനെ ഈ വർഷത്തെ പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് തുടക്കം കുറിക്കുകയാണ്. പെരുവനം ആറാട്ടുപുഴ പൂരമാണ് ഒരു ചടങ്ങുകളും തെറ്റാതെ ഇങ്ങനെ ക്ഷേത്ര ആചാരപ്രകാരം നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും ആചാരം നോക്കി പൂരം നടത്തുന്ന വേറൊരു പൂരം കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതാണ് ഈ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഒരു മഹാത്മ്യം. മറ്റുള്ള ദേശത്തിൽ പൂരത്തിലെ ആനയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ, അല്ലെങ്കിൽ മേളപ്രമാണിമാർക്കാണ് പ്രാധാന്യമെങ്കിൽ, അല്ലെങ്കിൽ ആനകളുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ചടങ്ങുകളുടെ പേരിലാണ് പൂരത്തിൻ്റെ പ്രാധാന്യമെങ്കിൽ, പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രാധാന്യം തോന്നിയിട്ടുള്ളത് അവിടുത്തെ അമ്പലങ്ങളുടെ ചടങ്ങുകളാണ്. ഇങ്ങനെ ചടങ്ങുകളിൽ ഒരു മാറ്റമില്ലാതെ നടത്തുന്ന മറ്റൊരു പൂരം കേരളത്തിലുണ്ടോ എന്ന് പോലും സംശയമാണ്. പെരുവനം ആറാട്ടുപുഴ പൂരം 1443-ാമത്തെ പൂരമാണ് ഈ കൊല്ലം നടക്കാൻ പോകുന്നത്. എല്ലാവരെയും പൂരനഗരിയിലേക്ക്, അല്ലെങ്കിൽ പെരുവനം ആറാട്ടുപുഴ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ നമ്മൾ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.